നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വീട്ടുകാർക്ക് അറിയായിരുന്നോ ഹർഷനായിട്ടുള്ള ബന്ധം? അറിയാമായിരുന്നു. പക്ഷേ ആ ബന്ധം നടത്തില്ലെന്ന് അവർക്കെന്തോ വാശിയുള്ളതുപോലെ. അതൊഴികെ വേറെ ഏത് ബന്ധവും നടത്തിത്തരാന്നാ അച്ഛൻ എന്നോട് പറഞ്ഞത്. അല്ല ഇപ്പൊ കല്യാണം കഴിക്കാൻ വന്നാളോ? ജയശങ്കർ എന്നാ പേര്. അപ്പോ അയാളോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയായിരുന്നില്ലേ? അതിനുള്ള സാവകാശം കിട്ടിയില്ല എനിക്ക്. കല്യാണം കഴിക്കാൻ വന്ന ചെറുക്കനോട് കഥ തുറന്നു പറയാനുള്ള സാവകാശം ഒന്നും കിട്ടിയില്ലേ? നിശ്ചയ ചടങ്ങിൽ നിന്ന് ഒളിച്ചു പോന്നിട്ട് ആത്മഹത്യക്ക് തുനിയെ ഇഷ്ടം പോലെ സമയവും സാവകാശം കിട്ടുകയും ചെയ്തു. അല്ല അപ്പൊ ഹർഷനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. 2 ആഴ്ച കഴിഞ്ഞ് അവൻ നാട്ടിലെത്തും. അപ്പൊ 2 ആഴ്ച തൽക്കാലം ഒന്ന് മാറി നിൽക്കാൻ ഇടം കിട്ടിയ ഇയാളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും. അല്ല അയാള് വന്ന ഇയാളെ സ്വീകരിക്കാൻ ചങ്കൂറ്റുണ്ടാവുന്ന ഉറപ്പുണ്ടോ? ഹർഷൻ എന്നെ ജീവനാ, ഞാൻ അവന്റെ പ്രാണനും. അല്ല ഇയാളുടെ കൂട്ടുകാരികളുടെ ആരെങ്കിലും വീട്ടില്? അച്ഛന് എന്റെ കൂട്ടുകാരികളെ എല്ലാം അറിയാം. അച്ഛനറിയാവുന്ന ഏത് സ്ഥലത്തു നിന്നാണെങ്കിലും ഒരു പൂച്ചക്കുഞ്ഞിനെ തൂക്കിയെടുക്കുന്ന പോലെ എന്നെ തൂക്കും. ഇയാളുടെ അച്ഛനെ എത്തി നോക്കാൻ ധൈര്യപ്പെടാത്തൊരു സ്ഥലം ഉണ്ടായിരുന്നു, എന്റെ വീട്. പക്ഷെ അവിടെ ഇപ്പൊ ഇതിന്റെ ഇരട്ടി പ്രശ്നങ്ങളാ. ഭയങ്കര കോമഡിയാണല്ലോ. മറ്റൊരാളുടെ ജീവിതത്തിൽ പോസിറ്റീവായി ഇടപെടുന്ന കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് സ്വന്തം ജീവിതത്തിൽ ഒരു പ്രശ്നമില്ലാത്ത ആളാണെന്നും അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് നിഷ്പ്രയാസം പരിഹരിക്കുന്ന ആളാന്നൊക്കെയാ. അല്ല മടിക്കാതെ പറയുന്നേ, എന്റെ ജീവിതം മുഴുവനും ഒരു പുസ്തകം തുറന്നു വെച്ച പോലെ ഞാനെല്ലാം വായിച്ചു തന്നതല്ലേ. അത് കളക്ടറാകാനുള്ള മോഹം മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാന്ന് ഞാൻ സത്യം ചെയ്യുന്നു. സിവിൽ സർവീസ് ടോപ്പ് റാങ്കിൽ പാസ്സായി ശാലിനി വിഷ്ണു അഭിമാന നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.